ണ്ടോ? ഒരു ഐഫോൺ 3GS നോക്കാനായിട്ട് ചോദിച്ചപ്പോ എന്റെ സീനിയർ ഇല്ല പറ്റില്ല പുച്ഛിച്ച ഒരു കാര്യം. ഒരു 2 മാസം മുന്നേ കേരളത്തിലെ ആദ്യത്തെ ഐഫോൺ 11 Pro Max ആദ്യത്തെ കസ്റ്റമറായിട്ട് ഞാൻ തന്നെ വാങ്ങി. അത് വാങ്ങുമ്പോ ചുമ്മാ വാങ്ങാൻ പറ്റില്ലല്ലോ, നമ്മൾ ബ്ലോഗറാണ്, നമ്മളത് വേറെ ലെവലാക്കണ്ടേ. 1,00,000 തൊട്ട് കൊടുത്ത് 400 കിലോ 4 അർബാനയില് മോളിനകത്ത് ചെണ്ടമേളത്തോടുകൂടി ഉരുട്ടിക്കൊണ്ട് പോയി വാങ്ങി. എന്തിന്? അന്ന് എന്റെ മനസ്സിലുണ്ടായ സ്കാർ മാച്ച് കളയാനായിട്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, എന്തെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കും. ആരെങ്കിലും നിങ്ങളെ പുച്ഛിച്ചിട്ടുണ്ടോ? നമ്മുടെ വിജയം അവരുടെ മുഖത്ത് വലിച്ചെറിയുക, അതാണ് അതിനുള്ള ഏറ്റവും വലിയ മറുപടി. ലൈഫ് എൻജോയ് ചെയ്യണം, ലൈഫ് പെർസ്യൂ ചെയ്യണം. ആ ലൈഫിന്റെ സത്തുണ്ടല്ലോ അത് മൊത്തം ഊറ്റിയെടുക്കണം. ഒരൊറ്റ ലൈഫേ ഉള്ളൂ, അത് നമ്മൾ ജീവിക്കണം നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എന്ന് ഞാൻ ആ ഒരു നിമിഷം തീരുമാനിച്ചു. എന്നൊക്കെ ആൾക്കാരെന്ത് വിചാരിക്കും എന്നും പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടോ, അന്നൊക്കെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടേ ഉള്ളൂ. കാരണം പിന്നീട് ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്, നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല. അവൻ ഒരാൾ എന്ത് വിചാരിക്കുമെന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് എന്റെ ലൈഫ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് ആ കാര്യം റിഗ്രറ്റ് ചെയ്യും. ഡെയർ ടു ഡ്രീം. സ്വപ്നം കാണാൻ ധൈര്യപ്പെടുക, എന്നിട്ട് ആ സ്വപ്നത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മുതിരുക. അങ്ങനെയാണെങ്കിൽ ഈ ജീവിതത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതായിട്ട്